പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ കത്തിക്കയറുകയാണ്. ഞാൻ പാർലമെന്റിൽ പുതിയ ആളാണ്. ഈ സമ്മേളനം ആരംഭിച്ചിട്ട് 10 ദിവസമായി. ഈ ദിവസങ്ങൾ അത്രയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് വന്നിട്ടില്ല. ഇത്രയും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വരാത്തത് വിചിത്രമാണ്. പാർലമെന്റിൽ പുതിയതായി എത്തിയ അംഗം പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകളാണിത്. സത്യത്തിൽ പ്രിയങ്ക വന്നതിന് ശേഷം നരേന്ദ്രമോദിക്ക് പാർലമെന്റിൽ വരാനുള്ള ധൈര്യം പോലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും പറയുന്നവരെ കുറ്റം പറയാനാകില്ല. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും കൂടിയാകുമ്പോൾ വലിച്ചു കീറും എന്നുറപ്പിക്കുകയാണ് നരേന്ദ്രമോദിയും. അദാനിയെ രക്ഷിക്കാൻ BJP കഷ്ടപ്പെടുന്നതിന്റെ ഭാഗമാണ് മോദിയുടെ ഈ അവധി എന്ന് തന്നെ കരുതേണ്ടി വരും. അദാനിക്കെതിരായ US കുറ്റാരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി BJP ഇരു സഭകളും നടത്താതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നതായി പ്രതിപക്ഷ നേതാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ മിക്ക ദിവസങ്ങളിലും വാദപ്രതിവാദങ്ങളിൽ മാത്രം മുങ്ങിയതിനാൽ കഴിഞ്ഞ ആഴ്ച വെറും 2 ദിവസങ്ങളിൽ മാത്രമേ ശരിയായി സഭ പ്രവർത്തിച്ചിട്ടുള്ളൂ. ലോകസഭയും രാജ്യസഭയും തല്ലിപ്പിരിയുകയാണ് ദിവസവും. പ്രസക്തമായ ഒരു വിഷയവും ചർച്ചയ്ക്കെടുക്കാതെ ഒളിച്ചു കളിക്കുകയാണ് ഭരണപക്ഷം. അലങ്കോലപ്പെടുത്തുകയാണ് സർക്കാർ തന്നെ. ഇന്നലെ മുതൽ ഭരണകക്ഷിയായ BJP MPമാർ US ഹെഡ്ജ് ഫണ്ട് വ്യവസായി ജോർജ് സോറസും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് അത് ദേശ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്താൻ ശ്രമിക്കുന്നു എന്ന് കള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാജ്യസഭ ചേർന്നപ്പോൾ മുദ്രാവാക്യങ്ങൾക്കിടയിൽ തൃണമൂലിലെ ഡെറിക് ഒബ്രിയാനെ ക്രമപ്രശ്നങ്ങൾ ഉന്നയിക്കാൻ രാജ്യസഭാ ചെയർമാൻ ധൻകർ അനുവദിച്ചുവെങ്കിലും മനഃപൂർവ്വം ഒബ്രിയാൻ സംസാരിക്കാൻ എഴുന്നേറ്റതോടെ ഇതേ ചെയർമാൻ തന്നെ ആ സഭ ഉച്ചവരെ നടപടികളെല്ലാം നിർത്തിവെച്ചു. സഭ വീണ്ടും ചേർന്നെങ്കിലും പിന്നീടും പിരിഞ്ഞു. പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ സഭ പ്രവർത്തിക്കുന്നില്ല. സർക്കാർ മനഃപൂർവ്വം സഭ നടത്തുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് നടത്താനും ചെയ്യാനും കഴിയുന്നില്ല എന്നതാണ് സത്യം. ഇത് അവരുടെ തന്ത്രമാണ്. അദാനിയെക്കുറിച്ചുള്ള ചർച്ചയെ അവർ ഭയപ്പെടുന്നു എന്നാണ് പ്രിയങ്ക തുറന്നടിച്ചത്. പ്രതിപക്ഷ നേതാക്കൾ BJPയെ തകർത്തെറിയുകയാണ് ഈ വിഷയത്തിൽ മുഴുവനും. പ്രതിപക്ഷ ഉപനേതാവ് കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ് പറഞ്ഞത് അവർ സഭയിൽ നിന്ന് ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതുപോലെ സഭയുടെ നടത്തിപ്പിൽ സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടും സഭ പ്രവർത്തിക്കാൻ BJPക്ക് താല്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണെന്ന് ശശി തരൂർ MPയും വ്യക്തമാക്കുന്നു. ചർച്ച ഒഴിവാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇന്ന് അവിടെയുള്ളതിനാൽ അവർ സെഷൻ എഴുതിത്തള്ളാൻ തീരുമാനിച്ചതായി വളരെ വ്യക്തമാണെന്നും ശശി തരൂർ കരുതുന്നു. പ്രതിപക്ഷ എതിർപ്പിൽ നിന്ന് സഭ നിർത്തിവെക്കാനുള്ള ഒരു പ്രകോപനവും ഉണ്ടായില്ല എന്നും ശശി തരൂർ ഈ രാജ്യത്തോടായി വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ചരിത്രത്തിലാദ്യമായി സർക്കാർ തന്നെ സഭ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും മോദി സർക്കാർ പാർലമെന്റിനെ കൊലപ്പെടുത്തുകയാണെന്നും തൃണമൂൽ കോൺഗ്രസ് MP മാധ്യമപ്രവർത്തക കൂടിയായ സാഗരിക ഘോഷും വ്യക്തമാക്കുന്നു. പ്രതിപക്ഷം സർക്കാരോടും സ്പീക്കറിനോടും സഭ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്ന് KC വേണുഗോപാലും പറഞ്ഞു വെക്കുന്നു. ഇന്ന് 30 സെക്കൻഡിനുള്ളിൽ സഭ നിർത്തിവെച്ചിരിക്കുന്നു. സഭ നടത്തേണ്ടതില്ല എന്ന സർക്കാരിന്റെ വ്യക്തമായ തീരുമാനമാണ് ഇതെന്നാണ് KC വേണുഗോപാലിന്റെ അഭിപ്രായം. സത്യത്തിൽ BJP ഒളിച്ചോടുകയാണ് ചെയ്തിരിക്കുന്നത്. അത് അദാനിക്ക് വേണ്ടിയാണ്. അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി തന്നെ പാർലമെന്റിൽ വരാതെ പ്രിയങ്ക ഗാന്ധിയെ പേടിച്ച് ഒളിച്ചോടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്ന് സഭയിൽ വരാനും നേർക്കുനേർ ഏറ്റുമുട്ടാനും പ്രിയങ്ക ഗാന്ധി കാത്തിരിക്കുകയാണ് നരേന്ദ്രമോദിയെ.